എന്റെ അച്ഛനും അമ്മയെ ഏത് ലെജൻസ് ആയിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. എന്നായിട്ട് ഇങ്ങനെ നോക്കുന്നത്? നമ്മൾ എവിടെ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഞാൻ ഈ ലോകത്തോട് ഞാൻ പറയാൻ പോകുന്നത്. ആർ യു റെഡി? കഴിഞ്ഞ ദിവസമായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, റോക്കീസ് KGF എന്ന് പറഞ്ഞ അതിന് സെക്കൻഡ് പാർട്ടാട്ടോ ഇത്. ആ വീഡിയോനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ കമൻറ്റ് സെക്ഷനിലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വോയിസ് നല്ലതാണ്, ദുൽഖർ സൽമാനെ പോലെ ഉണ്ടെന്നൊക്കെ. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വോയിസിൻ്റെ പേരിൽ ഒരു അപ്രിസിയേഷൻ കേൾക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് പറഞ്ഞ എല്ലാവരോടും താങ്ക്സ് ലോഡ്. ഹൃദയം നിറഞ്ഞ നന്ദി. ചൈൽഡ്ഹുഡിൽ എൻ്റെ പേരൻസ് അനുഭവിച്ചുകൊണ്ടിരുന്ന ടാസ്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് പണി 2010 തൊട്ട് 2013 വരെ ഉള്ള ഈ വീട് പണി, അതിൻ്റെ കൂടെ ചേച്ചിയുടെ പഠനം 2010 to 2014 വരെ, ചട്ടായുടെ പഠനം 2015 to 2018 വരെ, ചേച്ചിയുടെ വിദ്യാഭ്യാസ ലോണ്, വീട് ലോണ്, ഇതെല്ലാം നിൽക്കുക. ചേച്ചിയുടെ കല്യാണം, വീട് മാറണമല്ലോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീട് മാറുന്നത് 2019 ഒക്ടോബർ സെപ്റ്റംബർ നവംബർ എങ്ങാണ്ടാണ്. ഒക്ടോബറിന് പേയ്മെൻറ്റ് കൊടുത്ത് നവംബർ മാറുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു വീട്ടിലും എല്ലാം ഉണ്ടല്ലോ 50 ലക്ഷം രൂപയുടെ അടുത്ത് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ച കടവും 1 രൂപ പോലും ഇല്ലാതെ തീർത്ത് വീടും മാറി 4 പശുവിനെ വെച്ച് എൻ്റെ വീട്ടുകാർ 4 പശു. ആ സമയത്ത് ചെടിയും ഇത്രയും കയറിയിട്ടില്ല. 4 പശുവിനെ വെച്ച് ഇത്രയും കാര്യങ്ങൾ അവർ നീറ്റായിട്ട് തീർത്തു. ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും അവർ തളരാതെ ദൈവത്തെയും കൂട്ടുപിടിച്ച് ഒരുപാട് പൊരുതി ഇത് കണ്ടു വളർന്ന ഞങ്ങൾ. അതിനുള്ളത് ദൈവം കൊടുത്തു. ചേച്ചിയും അളിയനും കുഞ്ഞും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. ചേട്ടായി 2019 തൊട്ട് കോസ്റ്റ ക്രൂസിങ് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ കയറി. ഇപ്പോൾ ഒരു 50 രാജ്യങ്ങൾക്ക് മേളിൽ കാലുകുത്തി. ഗ്രേറ്റ് ബ്രദർ. പിന്നെ എൻ്റെ കാര്യം, ഞാൻ ഈ മണ്ണിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. കൂടെ കൂടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പറമ്പിലേക്ക് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഓഫ് റോഡ് വഴീനെ കുറിച്ച് 2 വഴിയുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരെണ്ണം പാർത്തോട്ടിൽ നിന്ന് വരുന്നതും, ഈ കാണുന്നത് കാര്യത്തോട്ടിൽ നിന്ന് വരുന്ന. ഇത് ദൂരം കുറവാണ്, പക്ഷെ നല്ല ഓഫ് റോഡാണ്. ഇത് ദൂരം കുറച്ച് കൂടുതലാണ്, പെട്ടെന്ന് എത്തും. സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് കുറവാണ്. ഇവിടെയായിരുന്നു സാധനം വന്നുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന്